മെയിൻ സ്ട്രീം മാധ്യമങ്ങൾ പറയാത്ത കഥകൾ ഒരുപാട്. ഒരു പൗരൻ നിന്ന് സംസാരിക്കുകയാണ്, പത്രങ്ങൾ പറയാത്ത കാര്യങ്ങൾ. തൃശ്ശൂരത്തെ MP പത്രക്കാരൻ നോക്കി എന്തൊക്കെയാണ് പറയുന്നത്, നിങ്ങളൊക്കെ മറ്റേ മറിച്ചാന്ന് പറഞ്ഞു. അതുപോലെ പഴയ ഒരു ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ, അദ്ദേഹം പിക്ക് ഔട്ട് ചെയ്ത ആളുകളെ ഓരോ ചാനൽ നിങ്ങൾ പുറത്തു പോകും എന്ന് പറയുമ്പോൾ ബാക്കി അവിടെ നിൽക്കുന്ന ഈ പത്രക്കാർ എന്തിനാണ് അവിടെ നിൽക്കുന്നതെന്നുള്ള വലിയ ചോദ്യം വരുന്നുണ്ട്. അപ്പോൾ യൂട്യൂബ് പോലും ഇനിയിപ്പം ബ്രോഡ്കാസ്റ്റ് ബില്ല് വരുമ്പോൾ അതിനകത്ത് ഒരുപാട് പ്രശ്നങ്ങൾ വരുന്നുണ്ട്. ഈ ഇങ്ങനെയുള്ളവരെ ടാർഗറ്റ് ചെയ്ത് തന്നെയാണ് ആ ബില്ല് ഉണ്ടാക്കിയത്. എപ്പോഴൊക്കെ ടെക്നോളജിയെ സ്റ്റേറ്റ് കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടോ അപ്പോഴൊക്കെ മറ്റു വേറെ ഓപ്ഷൻസും ടെക്നോളജിക്കകത്ത് ഉണ്ടാവും എന്നുള്ളൊരു ശുഭപ്രതീക്ഷ നമുക്ക് വേണം. അപ്പോൾ ഇതൊരു ചലഞ്ചേ അല്ല. നരേന്ദ്രമോദി പ്രസിനെ അഭിമുഖീകരിക്കുന്നുള്ള ഒരു പ്രശ്നമേ അല്ല. അത് നമുക്ക് പത്രപ്രവർത്തനം ചെയ്യാൻ ഒരു കാര്യത്തിൽ നമ്മൾ തടസ്സമാകുന്നില്ല. അത് മോദിയുടെ വീക്ക്നെസ്സിനാണ് കാണിക്കുന്നത്, അല്ലെ പത്രങ്ങളുടെ വീക്ക്നെസ് അല്ല. ആ ഭരണകൂടത്തിൻ്റെ ശക്തി കുറച്ച് കുറഞ്ഞു എന്ന് 2024 ഇലക്ഷന് ശേഷം BJPക്ക് സ്വന്തമായിട്ട് മെജോറിറ്റി ഇല്ലല്ലോ, ശക്തി കുറച്ച് കുറഞ്ഞു എന്ന് തോന്നുമ്പം മാധ്യമങ്ങൾ വീറോടെ കുറച്ചും കൂടെയൊക്കെ സടകുടഞ്ഞ് എണീക്കും പോലെയൊക്കെ തോന്നുന്നു. അപ്പോൾ ഇതിൻ്റെ ആത്യന്തികമായിട്ട് ഇതും കിട്ടുന്ന ലെസൺ, എൻ്റെ ചോദ്യം ഇതാണ്, അല്ലെ മാധ്യമമാണോ ഡെമോക്രസി സഹായിക്കുന്നത്, ഡെമോക്രസിയാണോ മാധ്യമത്തെ സഹായിക്കുന്നത്? ഇന്ത്യയിലെ മാധ്യമപ്രവർത്തന രംഗത്ത് ഏറെ ശ്രദ്ധേയനാണ് മലയാളിയായ R. രാജഗോപാൽ. ടൈംസ് ഓഫ് ഇന്ത്യയിലൂടെ മാധ്യമപ്രവർത്തനം തുടങ്ങിയ അദ്ദേഹം കൊൽക്കത്ത കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ടെലഗ്രാഫിൽ 3 പതിറ്റാണ്ടിലേറെ കാലം ജോലി ചെയ്തു. ടെലഗ്രാഫിൻ്റെ എഡിറ്ററായിരിക്കെ നരേന്ദ്രമോദി സർക്കാരിൻ്റെ നയങ്ങളോടുള്ള കടുത്ത അതൃപ്തി പ്രകടിപ്പിച്ചതിൻ്റെ പേരിൽ തൽസ്ഥാനത്തു നിന്ന് അദ്ദേഹത്തിന് രാജിവെക്കേണ്ടി വന്നു. ഇന്ത്യയിലെ മാധ്യമരംഗത്തെ പരിവർത്തനങ്ങളെക്കുറിച്ച് അദ്ദേഹം വിശകലനം ചെയ്യുകയാണ്. കേരള ഇൻസൈറ്റിലേക്ക് സ്വാഗതം. നമസ്കാരം സാർ. സാർ എങ്ങനെയാണ് പത്രപ്രവർത്തന രംഗത്തേക്ക് വരുന്നത്, അല്ലെങ്കിൽ ഇതാണ് തൻ്റെ മേഖല എന്ന് തിരിച്ചറിഞ്ഞ് മാധ്യമരംഗത്തേക്ക് വരുന്നത്? ഞാൻ ശരിക്കും പറഞ്ഞാൽ 10ാം ക്ലാസ് തുടങ്ങിയപ്പോഴേ തന്നെ എന്തുകൊണ്ടെന്നറിയില്ല പത്രപ്രവർത്തനം ചെയ്യണം എന്നുള്ള ആഗ്രഹത്തിൽ. അതുകൊണ്ട് തന്നെ മനഃപൂർവ്വം അന്ന് നമ്മൾ പ്രീ ഡിഗ്രിയാണ് 10ാം ക്ലാസ് കഴിഞ്ഞാൽ, 3rd ഗ്രൂപ്പ് എന്ന് പറഞ്ഞ് ഒരു ഹ്യൂമാനിറ്റീസ്, ഇപ്പോൾ ഇന്ന് ഹ്യൂമാനിറ്റീസ് എന്ന് പറയും, എക്കണോമിക്സ് എടുത്ത് പഠിക്കുകയും. എന്തുകൊണ്ടാണ് എക്കണോമിക്സ് എടുത്തെന്നറിയില്ല, എന്തുകൊണ്ടോ സയൻസിനെക്കാട്ടി ജേർണലിസ്റ്റിന് ഇതാണെന്നുള്ളൊരു തോന്നലുണ്ടാവും. അങ്ങനെയല്ല, പിന്നീട് അങ്ങനെയല്ല, നമ്മൾ ഏത് വിഷയം പഠിച്ചാലും ജേർണലിസ്റ്റിന് ഉപകാരപ്പെടുന്നുള്ളൂ. അപ്പോൾ അന്നോട്ട് എനിക്ക് വേണമെന്ന് ആഗ്രഹമായിരുന്നു. അതിനുശേഷം ഞാൻ ഡിഗ്രി പാസ്സായ ഉടനെ തന്നെ ഞാനിപ്പോൾ താമസിക്കുന്ന നന്തൻകോടിന് തൊട്ടടുത്ത്, അത് കോയിൻസിഡൻ്റലിയാണ്, ഞാൻ എൻ്റെ എന്നെ പഠിപ്പിച്ചൊരു എക്കണോമിക്സ് പഠിച്ച അധ്യാപകൻ്റെ അധ്യാപകർ ടെക്സ്റ്റ് എഴുതുമായിരുന്നു. അപ്പോൾ ടെക്സ്റ്റ് എഴുതാൻ വേണ്ടി ഒരു പ്രസ്സിൽ അതിൻ്റെ പ്രൂഫ് വായിക്കാൻ പോയി. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ സംഭവിക്കുന്നത് ഈ ടെക്സ്റ്റ് ഇങ്ങനെ കാര്യങ്ങൾക്ക് ഒട്ടും പ്രയോറിറ്റി ഇല്ല, കാര്യം ഡെഡ് ലൈൻ ഇല്ലല്ലോ. അപ്പം നമ്മുടെ ഒരു സമയത്ത് ചെല്ലാൻ പറയും പ്രൂഫ് വായിക്കാൻ. അപ്പോൾ നമ്മൾ ഉച്ചയ്ക്ക് 12 മണിക്ക് ചെല്ലുകയാണെങ്കിൽ രാത്രി 7 മണിക്കോ 8 മണിക്കോ ആയിരിക്കും നമ്മുടെ പേജസ് കിട്ടുന്നത്. അപ്പോൾ അവിടെ വെറുതെ ഇരുന്നപ്പോൾ അതേ പ്രസ്സിൽ തന്നെ വേണാട് പത്രിക എന്ന് പറഞ്ഞൊരു സായാഹ്ന പത്രം അച്ചടിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ചിലപ്പോൾ അവിടെ ഇരിക്കുമ്പോൾ അവർക്ക് ചില സ്റ്റോറി ഷോർട്ടേജ് വരുമോ, അങ്ങനെ വരുമോ, ഇപ്പം ഞാൻ ചില ട്രാൻസ്ലേഷൻസ് അങ്ങോട്ട് കാര്യം വെറുതെ ചുമ്മാ ഇരിക്കുകയല്ലേ അവിടെ. അങ്ങനെ അവർ അവിടുത്തെ ടെക്സ്റ്റ് ബുക്ക് പ്രൂഫെല്ലാം കഴിഞ്ഞപ്പോൾ അവർ ചോദിച്ച് താല്പര്യം ഉണ്ടെങ്കിൽ അവരുടെ കൂടെ നിൽക്കണം. അങ്ങനെ ഞാൻ അവിടെ ഒരു റിപ്പോർട്ടറായിട്ട് അതിൽ ചേരുകയും. അപ്പോൾ അതിൻ്റെ ഒരു ഗുണം പിന്നീടാണ് മനസ്സിലായത്. കാര്യം വളരെ ചെറിയ പത്രം, ഈ 3-4 പേര് ഞങ്ങൾ ആകെ സ്റ്റാഫ് ഉണ്ടായിരുന്നു, എഡിറ്റർ കഴിഞ്ഞിട്ട് 3 പേര് ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ സാധാരണ ഒരു പത്രത്തിൽ നമ്മളിപ്പോൾ ഒരു മെയിൻ സ്ട്രീം പത്രത്തിൽ ജോയിൻ ചെയ്തിരുന്നെങ്കിൽ ഒരു 10 വർഷം കഴിഞ്ഞ് കിട്ടുന്ന അസൈൻമെൻറ്റ്, കാര്യം എനിക്ക് ആദ്യം കിട്ടിയ അസൈൻമെൻറ്റ് അസംബ്ലി കവർ ചെയ്യാനാണ്. അന്ന് നയനായിരുന്നു മുഖ്യമന്ത്രി. അപ്പോൾ അസംബ്ലി കവർ ചെയ്യാനും അങ്ങനെയുള്ള ഒരുപാട്. ഇപ്പം തിരുവനന്തപുരം ആയതുകൊണ്ട് തിരുവനന്തപുരത്തിലെ ഏത് പ്രധാനപ്പെട്ട പത്രസമ്മേളനമാണെങ്കിലും അവർ സാധാരണ അയക്കുന്ന ഒന്നുകിൽ ഞങ്ങളുടെ എഡിറ്റർ സാറ് പോയിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് പയ്യാത്ത സമയത്ത് ഞാൻ അങ്ങനത്തെ ഒരു നല്ലൊരു എക്സ്പോഷർ കിട്ടി. അപ്പോൾ അതേ സമയം വൈകുന്നേരം ഞാനും, അപ്പോൾ ഇത് സായാഹ്ന പത്രം ആയതുകൊണ്ട് 2 മണിയാകുമ്പോൾ നമ്മൾ ഫ്രീ ആവും. പിന്നെ അപ്പോൾ അതുകൊണ്ട് ഞാൻ വൈകുന്നേരം പ്രസ് ക്ലബ്ബിൽ ഇവിടെ ജേർണലിസം കോഴ്സ് അതിന് ചേർന്നു. പ്രസ് ക്ലബ്ബ് കോഴ്സ് കഴിഞ്ഞ ഉടനെ തന്നെ അന്ന് ടൈംസ് ഓഫ് ഇന്ത്യക്ക് ഡൽഹിയിൽ ടൈംസ് റിസർച്ച് ഫൗണ്ടേഷൻ, അവരുടെ ടൈംസ് മീഡിയ സെൻറ്റർ, അവരുടെ ഒരു കോഴ്സ് ഉണ്ടായിരുന്നു. അത് അവർ ചെയ്തിരുന്നത് ഇന്ത്യയിലെ, അതൊരു നല്ലൊരു കോഴ്സാണ്. ഇന്ത്യയിലെ ഓരോ സംസ്ഥാനത്തു നിന്നും 2 പേരെ വെച്ച് അവർ തിരഞ്ഞെടുത്തിട്ട് അവർക്ക് ഫ്രീ ആയിട്ട്, അത് ഫ്രീ എന്ന് മാത്രമല്ല നമുക്ക് ഇങ്ങോട്ട് സ്റ്റൈപ്പൻഡ് തരും. ഇപ്പോൾ നമ്മൾ ജേർണലിസം പഠിക്കാൻ അങ്ങോട്ട് പൈസ കൊടുക്കണ്ടേ. ആ കാലത്ത് അവർ പഠിക്കാൻ വേണ്ടി പഠിക്കുന്നവർക്ക് പൈസ സ്റ്റൈപ്പൻഡ് എന്ന് തരുമായിരുന്നു. 500 രൂപയുള്ളൊരു മാസം, എന്നാലും അന്ന് നല്ലൊരു തുകയായിരുന്നത്. എന്ന് മാത്രമല്ല മിക്കവാറും അതൊരു വാട്ടർ ടൈറ്റ് എഗ്രിമെൻ്റ് അല്ല, മിക്കവാറും പഠിച്ച് അവർക്ക് നമ്മൾ ഒരു മോശമല്ലാത്ത രീതിയിൽ ആ കോഴ്സ് പൂർത്തിയാക്കുകയാണെങ്കിൽ അവരുടെ ഏതെങ്കിലും ഒരു പബ്ലിക്കേഷനിൽ ജോലി തരുന്ന ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊരു നല്ലൊരു, പ്രത്യേകിച്ച് അന്ന് വളരെ കുറച്ച് തൊഴിലവസരങ്ങൾ ഏറ്റവും
കുറവായിരുന്ന സമയത്ത്. അപ്പോൾ ആ സമയത്ത് ഞാൻ അതിനു മുമ്പ് ഇവിടെ മനോരമ ടെസ്റ്റ് ചെയ്ത് കിട്ടിയിട്ടില്ല. കാര്യം മനോരമയ്ക്ക് എഴുതാൻ എനിക്ക് യോഗ്യതയില്ല. കാര്യം മനോരമയ്ക്ക് അന്നും എനിക്കൂടെ ഇപ്പോഴും അങ്ങനെയാണെന്ന് തോന്നുന്നു, പോസ്റ്റ് ഗ്രാജുവേഷൻ വേണം, ഫസ്റ്റ് ക്ലാസ്സും വേണം. ഞാനും ഒരു ഗ്രാജുവേറ്റ് ആയിരുന്നു. അപ്പം വീക്ക് എന്ന് പറഞ്ഞ അവരുടെ മാഗസിൻ, അപ്പം അതിന് ടെസ്റ്റ് എഴുതി എനിക്ക് കിട്ടിയില്ല. അങ്ങനെ ഇരുന്നപ്പോൾ അപ്പം ഞാൻ ഈ സായനപത്ര ജോലിയായിരുന്നു ആ സമയത്ത്. അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോഴാണ് ഈ ടൈംസ് ഓഫ് ഇന്ത്യയുടെ ഇത് എഴുതുകയും അവിടെ അത് ആ കോഴ്സ് കഴിഞ്ഞിട്ട് അവരെന്നെ കൽക്കട്ടയിലോട്ട് എക്കണോമിക് ടൈംസിൽ, അങ്ങനെയാണ് ഞാൻ കൽക്കട്ടയിൽ ആദ്യമായിട്ട് 1991 ആദ്യമായിട്ട് എത്തപ്പെടുന്നത്. ആദ്യമായിട്ട് ഞാൻ കൽക്കട്ട എത്തുന്നത് അവരവിടെ നിന്ന് അങ്ങനെ അയച്ചിട്ടാണ്. അങ്ങനെയാണ് ഞാൻ പത്രപ്രവർത്തനം തുടങ്ങുന്നത്. നമുക്കറിയാം ഇന്ന് ഇപ്പോൾ സാറിനെ പോലെയുള്ള ആൾക്കാർ, ഇപ്പോൾ സാറ് ഇതുവരെ ജോലി ചെയ്തിരുന്ന സ്ഥാപനത്ത് അല്ലെങ്കിൽ അവിടെ ഇപ്പോൾ സാറ് ഒരു വലിയ പോസ്റ്റിലാണ്. എന്നാൽ പോലും എനിക്ക് തോന്നുന്നു സാർ മുമ്പ് ചെയ്തിരുന്ന പോലെ, അല്ലെങ്കിൽ അതിൻ്റെ മുഴുവൻ സമയ എഡിറ്റർ എന്നുള്ള വളരെ പ്രധാനപ്പെട്ട റോളിൽ നിന്ന് ഇപ്പോൾ അതിനേക്കാൾ ഉയർന്നൊരു മറ്റൊരു റോളിലേക്ക്. അല്ല, അതും കഴിഞ്ഞു. ഞാൻ പൂർണ്ണമായിട്ടും പത്രത്തിൽ നിന്ന് രാജിവെച്ചു. ഞാൻ പറ്റിയത് സെപ്റ്റംബർ 2023 സെപ്റ്റംബർ അവസാനം, അതായത് സെപ്റ്റംബർ 30 ലാസ്റ്റ് ദിവസം അവരെന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഇങ്ങനെ എൻ്റെ പത്രപ്രവർത്തനം വായനക്കാർക്ക് ഇഷ്ടപ്പെടുന്നില്ല, അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്കൊരു പ്രൊമോഷൻ തന്ന് വേറൊരു എഡിറ്ററെ വെച്ചിട്ട് അവർക്ക് പേപ്പർ ഒന്ന് റീവാമ്പ് ചെയ്യണമെന്നുണ്ട്. അപ്പം ഞാൻ അപ്പോൾ അങ്ങനെ എന്നെ ഈ ബെഞ്ചിലിരുത്തുക എന്ന് പറയുന്നതാണ് സംഭവിച്ചത് ശരിക്കും. പക്ഷെ അതിനൊരു എഡിറ്റർ ലാജ് എന്ന് പറഞ്ഞൊരു തസ്തിക ക്രിയേറ്റ് ചെയ്യും. എനിക്ക് തോന്നുന്നു ആ ഗ്രൂപ്പിൽ ഇന്ത്യയിൽ ഇതിനും ഉണ്ടായിട്ട് എഡിറ്റർ ലാജ്, പക്ഷേ ആ അനന്തപ്രസാദ് പത്രിക എന്ന് പറഞ്ഞ് 100 വർഷം പഴക്കമുള്ള ഗ്രൂപ്പാണ്. ആ ഗ്രൂപ്പിൽ എനിക്ക് തോന്നുന്നു അതിന് മുമ്പ് അങ്ങനെ ഉണ്ടായിട്ടുള്ളതായിട്ട് എനിക്ക് അറിയില്ല ഒരു പോസ്റ്റ്. എന്നിട്ട് ഞാൻ ഏകദേശം 1 വർഷത്തിൽ കൂടുതൽ ആ പോസ്റ്റിൽ. അപ്പോൾ അവിടെ അന്നവർ പറഞ്ഞിരുന്നത് മാസത്തിൽ ഒരു കോളവും പുതുതായിട്ട് വരുന്നവരെ ട്രെയിൻ ചെയ്യിക്കുക, ഇത് രണ്ടുമായിരുന്നു എൻ്റെ ഇത്. പക്ഷേ നമുക്കിപ്പോൾ അറിയാവുന്ന പോലെ മിക്കവാറും ഈ പരമ്പരാഗത പത്രങ്ങളിൽ റിക്രൂട്ട്മെന്റ് എന്ന് പറഞ്ഞാൽ വളരെ ഓൾമോസ്റ്റ് നീൽ, വളരെ കുറച്ച് ആളെ എടുക്കുന്നുള്ളൂ. അപ്പോൾ ഇത് ട്രെയിൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു സംഭവം അവിടെ ആരെയും ട്രെയിൻ ചെയ്യാനില്ല. കാര്യം പുതുതായിട്ട് ആരെങ്കിലും എടുത്താലേ നമുക്ക് ട്രെയിൻ ചെയ്യാനൊക്കെ ഉള്ളൂ. പിന്നെ ഉള്ളത് ഈ 1 മാസം കോളം എന്ന് കഴിഞ്ഞാൽ എനിക്ക് 1-2 ദിവസത്തിനുള്ളിൽ നമുക്ക് എഴുതാം. ബാക്കി ദിവസം മുഴുവൻ ഞാൻ ഫ്രീ ആയിരുന്നു. അങ്ങനെ 1 വർഷത്തേക്കുള്ളിൽ ഞാൻ അത് കഴിഞ്ഞ് പിന്നെ വിചാരിച്ചു അത് ശരിയല്ലോ, ഇങ്ങനെ വെറുതെ ഇരുന്ന് ഭക്ഷണം കഴിക്കുക എന്നുള്ള ഇതും. അവരും അവിടെ നിന്നും സിഗ്നൽ ഉണ്ടായിരുന്നു. ഇപ്പോൾ ചിലരൊക്കെ എൻ്റെ അടുത്ത് നിങ്ങളിങ്ങനെ ഈ കിറമുട്ടി പോലെ ഇവിടെ ഇരിക്കുന്നതുകൊണ്ട് ഉള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഞാൻ സ്വയം രാജിവെച്ച് പോവുകയാണെങ്കിൽ എൻ്റെ ശമ്പളം കൊണ്ട് ഒരു 3-4 പേരെ അവർക്ക്, കാര്യം നമ്മൾ ഒരിടത്ത് ഇരുന്നിങ്ങനെ മൂത്തിരിക്കുക എന്ന് പറയുമ്പോൾ ശമ്പളവും കൂടുതലല്ലേ ഓരോ വർഷം. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ നിങ്ങൾ പോവുകയാണെങ്കിൽ നിങ്ങളുടെ ശമ്പളം കൊണ്ട് ചെറുപ്പക്കാരെ ഒരു 3-4 പേരെ ഞങ്ങൾക്ക് വയ്ക്കാമെന്നുള്ളത്. അപ്പം ഞാൻ വെച്ചാൽ അത് പറയുന്നത് ശരിയാണ്. നമ്മളങ്ങനെ ഞാൻ 34 വർഷം ജോലി ചെയ്തു. അപ്പോൾ അതിൽ കൂടുതൽ വേണ്ടാന്ന് വെച്ച് ഞാൻ രാജിവെച്ച് ഈ ഫെബ്രുവരി 2025 ഞാൻ പൂർണ്ണമായിട്ടും, ഇപ്പോൾ ഞാനിപ്പോൾ പത്രപ്രവർത്തകനല്ല. അപ്പോൾ എനിക്ക് ഇപ്പോൾ പലരും എൻ്റെ അടുത്ത് പറയും അങ്ങനെയല്ല, പത്രപ്രവർത്തകൻ എന്ന് പറഞ്ഞാൽ ഈ കമ്മ്യൂണിസ്റ്റുകാരെയും പട്ടാളക്കാരെയും പോലെ ദേ നെവർ റിട്ടയർ. അപ്പോൾ ഞാൻ അതിലൊന്നും വിശ്വസിക്കുന്നില്ല. അങ്ങനെയല്ല, മുൻ പത്രപ്രവർത്തകനാണ് യഥാർത്ഥ. ഈ നമ്മുടെ കേരളത്തിലും കണ്ടുണ്ട്, ഈ പണി പോയി കഴിഞ്ഞാൽ സീനിയർ ജേർണലിസ്റ്റ് എന്ന് പറയും, അല്ലെങ്കിൽ പ്രമുഖ പത്രപ്രവർത്തകൻ. ഇതെല്ലാം തെറ്റാണ്. മുൻ പത്രപ്രവർത്തകൻ എന്നാണ് ശരിയായ, അത് തന്നെ ഉപയോഗിക്കണമെന്നാണ് ഞാനും എല്ലാവരും പറയുന്നത്. ഇപ്പോൾ ചില അതൊരു പരിഹാസ്യമായ ഇതാണ് സീനിയർ ജേർണലിസ്റ്റ് എന്നാൽ. സീനിയർ എന്ന് പറഞ്ഞാൽ സീനിയർ ജൂനിയർ ആരാണ് സീനിയർ? ഒരു പത്രത്തിൽ ഇപ്പോൾ ഉദാഹരണത്തിന് വീർ സോങ്കി എന്ന് പറഞ്ഞൊരു അയാൾ 28 വയസ്സിൽ എഡിറ്ററായി. അപ്പോൾ ആ 28 അയാളുടെ വയസ്സാണോ സീനിയർ, ഡെസിഗ്നേഷൻ ആണോ സീനിയർ എന്നൊരു ചോദ്യമുണ്ട്. ഇപ്പോൾ MJ അക്ബർ 32 വയസ്സിൽ എഡിറ്ററായി. അപ്പോൾ സീനിയറാണോ എഡിറ്റർ? അതേസമയം 60 വയസ്സിൽ ചീഫ് സബായിട്ട് റിട്ടയർ ചെയ്ത് ഒരുപാട് പേര്. അപ്പോൾ അദ്ദേഹത്തെ ജൂനിയറാണോ സീനിയറാണോ? അപ്പോൾ ഇങ്ങനെയുള്ള പത്രപ്രവർത്തനത്തിൻ്റെ ഒരു ഡെമോക്രാറ്റൈസേഷൻ തന്നെ ഇങ്ങനെയുള്ള വാക്കുകൾ ശരിയല്ല. അപ്പം ഞാൻ പറഞ്ഞ മുൻ പത്രപ്രവർത്തകൻ ഇതും പറയാണ് നല്ലതെന്നാണ് തോന്നുന്നത്. ഞാനിപ്പോൾ ഒരു മുൻ പത്രപ്രവർത്തകൻ. ഇത് ഞാൻ ചോദിച്ചു വന്നത് എന്താ വെച്ചാൽ, ഇപ്പോൾ ബർക്കാദത്ത്, അതുപോലെ സിദ്ധാർത്ഥ വരദരാജ് സാറ്, അപ്പം ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ അവരതുവരെ ജോലി ചെയ്തിരുന്ന സ്ഥലങ്ങളിൽ നിന്നൊക്കെ മാറ്റപ്പെടുകയും അവർ ചെറിയ ചെറിയ ഓരോ ഓൺലൈൻ അല്ലെങ്കിൽ അങ്ങനെ അവർ മാറ്റപ്പെടുന്നു. ഇപ്പോൾ സാറുടെ പോലെ ഞാൻ അങ്ങനെ കാണുന്നു. അപ്പോൾ അതൊരു ഇന്ത്യയിലെ മാധ്യമ പ്രവർത്തനത്തിന് പറ്റിയിട്ടുള്ള ഒരു വലിയ, അല്ലെങ്കിൽ ഇന്നത്തെ ഒരു പ്രതിസന്ധി ആണോ ഇത് കാണിക്കുന്നത്? എങ്ങനെയാണ് സാറേ ഇതിനെ വിലയിരുത്തുന്നത്? ഇല്ല, പ്രതിസന്ധികൾ എനിക്കുള്ള സാധ്യതകൾ, പോസിബിലിറ്റീസും കൂടെ കാണിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും പ്രതിസന്ധിയുണ്ട് മാധ്യമങ്ങൾക്ക്. പക്ഷേ അതും നമ്മളെപ്പോഴും സംസാരിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു നമ്മൾ വ്യക്തമായിട്ട് ഒരു ഡൈക്കോട്ടമിയുടെ ആവശ്യമുണ്ട്. നമ്മൾ മാധ്യമം എന്ന് പറയുന്നത് മാധ്യമ പ്രവർത്തകർ എന്ന് പറയുന്നത് രണ്ടായിട്ട് തിരിക്കണം. കാര്യം
99% മാധ്യമ പ്രവർത്തകർക്കും അവരുടെ അവർ ജോലി ചെയ്യുന്ന മാധ്യമത്തിൽ എന്താണ് ചെയ്യുന്നത് എന്നുള്ള റോളില്ല. അവർ ആ മാധ്യമ മാനേജ്മെന്റോ അല്ലെങ്കിൽ അവരുടെ ലീഡർഷിപ്പോ പറയുന്ന കാര്യങ്ങളാണ് അവർ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഈ സിദ്ധാർത്ഥ് വരദനെ പോലെ, ബർക്കദത്തിനെ പോലെ, നമ്മുടെ അജിത് അഞ്ജും എന്ന് പറഞ്ഞ ഇവരെ പോലെയോ, രവീഷ് കുമാറിനെ പോലുള്ള അവരെല്ലാം പുറത്ത് വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ ശരിക്കും അവരുടെ ശക്തി മനസ്സിലാക്കി കഴിഞ്ഞു. ഇപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും ഡിപ്പെൻഡബിൾ ആയിട്ടുള്ള, നമ്മൾ ആദ്യം എന്തെങ്കിലും ഒരു ചെറിയൊരു കോൺഫ്ലിക്റ്റ് ഉള്ളൊരു വാർത്ത, അല്ലെങ്കിൽ ചെറിയൊരു പല അഭിപ്രായങ്ങളൊരു വാർത്തയോടെ അത് ക്രോസ് ചെയ്യണമെങ്കിൽ നമ്മൾ ആദ്യം പോകുന്നതാണ് തീർച്ചയായിട്ടും വയറിൽ തന്നെയാണ് നമ്മൾ പോകുന്നത്. ഇപ്പോൾ ഇന്നലെ ഒരു അക്കാഡമിക്കിനെ, സോയസ് എന്ന് വന്ന ലണ്ടനിൽ നിന്ന് ഒരു അക്കാഡമിക്, ഹിന്ദി അക്കാഡമിക്കിനെ ഇവിടെ നമ്മുടെ എയർപോർട്ടിൽ നിന്ന് ഡിപ്പോർട്ട് ചെയ്തു. അതിൽ ഏറ്റവും ആധികാരികമായിട്ട് അവരോട് സംസാരിച്ച് കഴിഞ്ഞത് വയറെന്നാണ്. ഈ 24 മണിക്കൂർ കഴിഞ്ഞിട്ടും ഇന്ത്യയിലെ മെയിൻ സ്ട്രീം പത്രങ്ങൾ അവരോട് സംസാരിക്കാൻ ശ്രമിച്ചെങ്കിൽ അവർ പറയുന്നത് അവർക്ക് സംസാരിക്കാൻ പറ്റിയിട്ടില്ല എന്നാണ്. അത് വയറ് ആ സമയം ചെയ്യുന്നപ്പം വയറാണ് ഏറ്റവും റിലയബിൾ ആയിട്ടുള്ള അതേസമയം അതുപോലെ ഇന്ന് നടന്നൊരു സംഭവം, ഇന്ന് വൈകുന്നേരം നമുക്കൊരു അഭിപ്രായ രൂപം നമുക്ക് തന്നെ ക്ലിയർ അല്ലെങ്കിൽ രവീഷ് കുമാറിനെ കാണുക എന്നുള്ളതാണ് ഏറ്റവും. അത് കാണുന്നത് ഏകദേശം 40 ലക്ഷം പേരും ഓരോ ദിവസവും. അപ്പോൾ ഒരുപാട് സാധ്യതകൾ. പിന്നെ ചെറുപ്പക്കാർ യൂട്യൂബ്, ഉത്തർപ്രദേശ് പോലെ സ്ഥലങ്ങളിൽ ഒരുപാട് യൂട്യൂബേഴ്സും അവരും മെയിൻ സ്ട്രീം മാധ്യമങ്ങൾ ചെയ്യാത്ത പല കാര്യങ്ങളും. അപ്പം ഞാൻ പറയുന്നത് 2014 ശേഷം തീർച്ചയായിട്ടും ഒരു ക്രൈസിസ്, അത് 2014 മുമ്പുള്ള ക്രൈസിസ് 2014 ആയപ്പോൾ പൂർണ്ണ രൂപത്തിൽ പുറത്തു വന്നു എന്നല്ല. നമ്മുടെ ഉള്ളിലൊക്കെ ചിലപ്പോൾ ഈ വ്രണങ്ങളും ഈ വസൂരി പോലെ അസുഖങ്ങളുള്ളത് അത് കുറേ ഡോർമൻ്റായിട്ട് കിടക്കും കുറേ വർഷങ്ങൾ. ഇത് പെട്ടെന്ന് ഇങ്ങനെ പൊട്ടി വളർന്നവർ 2014 സംഭവിച്ച നമ്മളുടെ ഉള്ളിൽ നേരത്തെ ഉള്ള പ്രശ്നങ്ങൾ അത് മുഴുവൻ മറന്നേക്ക് പുറത്തു വരികയായിരുന്നു. അപ്പോൾ എനിക്ക് ഇപ്പോൾ തോന്നുന്നു ആ ഫേസ് നമ്മൾ കുറച്ചൊക്കെ ഒന്ന് തരണം ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു പുതിയ ഫേസിൽ ഇന്ത്യൻ ജേർണലിസം പുതിയൊരു ഇതിലോട്ട്, അതായത് ഒരുപാട് പുതിയ സാധ്യതകളുണ്ട് എന്നുള്ള ഒരു വളരെ ക്രിട്ടിക്കൽ സ്റ്റേജാണ് ഇപ്പോഴും. കാര്യം ഇപ്പോൾ ഉള്ള പ്രശ്നം ജേർണലിസം വളരെ നന്നായിട്ട് ചെയ്യുന്നുണ്ട്, പക്ഷെ അതെങ്ങനെ മോണിറ്റൈസ് ചെയ്യണം എന്നുള്ള വലിയൊരു, ഏത് മോഡൽ സ്വീകരിക്കണം എന്നുള്ള വലിയൊരു ഇപ്പോഴും നമുക്ക് തീർച്ചയില്ല. കാര്യം ഞാനീ പറഞ്ഞ ഇപ്പം രവീഷ് കുമാറോ അജിത് അഞ്ജുമോ അങ്ങനെയുള്ളവരും അല്ലാത്ത പല ഇപ്പം ഒരു ഇൻഡിവിജ്വലായിട്ട് ഒരു വ്യക്തി ചെയ്യുന്നത് വളരെ ലാഭകരമായിട്ട് പോകുന്നുണ്ടെന്ന് പറയും. പക്ഷേ ഒരു ഗ്രൂപ്പായിട്ട് ചെയ്യുന്നത് ഇപ്പോഴും എങ്ങനെ ബ്രേക്ക് ഈവൻ ചെയ്യണം എന്നുള്ള കാര്യത്തിൽ നമുക്കൊരു തെളിമ കിട്ടിയിട്ടില്ല എന്നുള്ള എങ്ങനെ ഇതിനെ വയബിൾ ആക്കും എന്നുള്ളൊരു പക്ഷേ ഇൻഡിവിജ്വലുമായിട്ട് വ്യക്തികൾ നടത്തുന്ന പലതും വളരെ സക്സസ്ഫുള്ളായിട്ട് നടക്കുന്നുണ്ട്, അവരതിന് ഇമ്പാക്റ്റും ഉണ്ടാക്കുന്നുണ്ടല്ലോ തീർച്ചയായിട്ടും. ഇപ്പോൾ 2024 ഇലക്ഷൻ റിസൾട്ട് ഇന്ത്യൻ മീഡിയ അവരത് സ്റ്റോറി ചെയ്യൂല. കാര്യം അവർ ഇന്ത്യൻ മീഡിയയെ തന്നെ ചോദ്യം ചെയ്യുന്നൊരു ഒരു ചോദ്യം വരുന്നത് ഈ ഉത്തർപ്രദേശിൽ എങ്ങനെ ഇലക്ഷൻ റിസൾട്ട് വന്നു നമ്മളിപ്പോഴും നമുക്ക് അറിയില്ല. ഓരോരുത്തരും ഓരോ കാര്യങ്ങൾ പറയുന്നുണ്ട്. സെൽഫ് ഇൻട്രസ്റ്റ് കൊണ്ട് പാർശ്വവൽക്കരിക്കപ്പെട്ടവർ, അവർ ഈ കോൺസ്റ്റിറ്റ്യൂഷൻ മാറുന്ന ഭീതിയിൽ ഒരു വോട്ട് ചെയ്താണെന്ന് ഒരുപാടൊക്കെ പറഞ്ഞു. പക്ഷേ അതിനകത്ത് എക്സ്പ്ലോർ ചെയ്ത ഒരു കാര്യം, ഈ യൂട്യൂബേഴ്സിൻ്റെ പങ്ക് വളരെ വലുതാണെന്ന് ഞാൻ ഉത്തർപ്രദേശിൽ ട്രാവൽ ചെയ്ത സമയത്ത് എന്നെപ്പോലൊരു ഒരാൾ, ഒന്നും എനിക്ക് ഹിന്ദി അത്ര നല്ല പരിചയമില്ല, പിന്നെ നമ്മളെ കണ്ടെത്താൻ അറിയാം നമ്മൾ സൗത്ത് ഇന്ത്യ എന്ന് വരുന്നത്. അപ്പം എൻ്റെ അടുത്ത് ഞാൻ ഓരോ ആളുകളോട് സംസാരിക്കുമ്പോൾ അവർ പൂർണ്ണമായിട്ട് സത്യം പറയണമെന്നില്ല. എല്ലാവർക്കും സംശയം ഉണ്ടാകും, നമ്മൾ ഏതെങ്കിലും ഏജൻസിയെ റെപ്രസെൻ്റ് ചെയ്യുന്ന ആളാണോ പത്രക്കാരനാണോ എന്നൊന്നും സംശയം പറയുന്നില്ല. അപ്പം എനിക്കൊരിക്കലും ഈ ഇലക്ഷൻ റിസൾട്ട് വരുമ്പോൾ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെയുള്ള റിസൾട്ട് വരും. ഞാൻ വിചാരിച്ചത് UP വീണ്ടും 82 സീറ്റ് BJP പോകുന്നു തന്നെയാണ്. പക്ഷേ ഞാൻ കണ്ട യൂട്യൂബേഴ്സ് എല്ലാവരും എൻ്റെ അടുത്ത് പറഞ്ഞില്ല വലിയ പ്രശ്നമുണ്ട്, നമ്മൾ വിചാരിക്കുമ്പോൾ അല്ല, നമ്മൾ വിചാരിക്കുന്ന റിസൾട്ടിൽ നിങ്ങൾ ഈ റിസൾട്ട് ഞെട്ടിക്കും എന്നപ്പം അവർ പറഞ്ഞപ്പോൾ ഞാനിപ്പം നമ്മൾ ഇത്രയും 34 വർഷമൊക്കെ പത്രപ്രവർത്തനം നമുക്കൊരു സിനിസിസം വരും ഉള്ളിൽ. ആളിൽ എന്ത് പറഞ്ഞാലും നമ്മളതിനെ വിശ്വസിക്കാതിരിക്കാനാണ് ശ്രമിക്കുക. അപ്പം നമ്മൾ അവരവരുടെ ചെറുപ്പക്കാരുടെ യൂത്ത്ഫുൾ എക്സൂബറൻസ് കൊണ്ട് പറയുന്നതാണെന്ന് നമുക്കങ്ങനെ ഒരു സ്വഭാവം ഉണ്ടല്ലോ, പ്രത്യേകിച്ച് മലയാളികൾക്ക് ബാക്കിയുള്ളവരെ ഒരു പുച്ഛത്തോടെ നോക്കുക എന്നുള്ള, പ്രത്യേകിച്ച് ഉത്തർപ്രദേശിലുള്ളവരൊക്കെ. അപ്പം എനിക്കും അങ്ങനെ ഒരു തെറ്റ് പറ്റിയായിരുന്നു. പക്ഷേ റിസൾട്ട് വന്നപ്പോൾ അവർ പറഞ്ഞത് തന്നെയാണ് ശരി. പക്ഷേ ഇതെന്താണ് സംഭവിച്ചതെന്നുള്ളത് ഇപ്പോഴും വേണ്ട രീതിയിൽ ഇന്ത്യയിലെ രാഷ്ട്രീയ പാർട്ടികൾ പോലും പഠിച്ചിട്ടുണ്ടോ എന്നുള്ള സംശയമുണ്ട് എനിക്ക്. അത് വ്യക്തമാക്കണമെന്ന് വെച്ചാൽ ഈ രീതിയിലുള്ള യൂട്യൂബ് ചാനലുകൾ അല്ലെങ്കിൽ പിന്നെ ഒറ്റയ്ക്ക് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സ്വതന്ത്ര മാധ്യമ പ്രവർത്തകർ അവരുടെ ഒരു വലിയ റോള് റോൾ ഉണ്ടായിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷെ തീർച്ചയായിട്ടും മെയിൻ സ്ട്രീം മാധ്യമങ്ങൾ പറയാത്ത കഥകൾ ഒരുപാട്. കഥ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ കള്ളത്തരം എന്നല്ല ഉദ്ദേശിക്കുന്ന റിപ്പോർട്ട്സ്, പറയാത്ത ഒരുപാട് കാര്യങ്ങൾ അവർ അങ്ങനെ സ്പെസിഫിക് ആയിട്ട് ചോദിച്ചാൽ ഒരു പ്രത്യേക ഒരു ചാനലിൽ ഞാൻ യൂട്യൂബ് അവരെനിക്ക് ആ വനിതയെ കാണണമെന്ന് വിചാരിച്ചാൽ എനിക്ക് പറ്റിയില്ല. പക്ഷെ അവർ വാരണാസിയിലാണോ അലഹബാദിലാണോ അവർ വളരെ വ്യക്തമായിട്ട്
വളരെ സ്ഫുടതയോടെ വളരെ ശക്തമായിട്ട് അവർ സംസാരിച്ചു. അവർ പറയുന്നത് ഞാൻ കഴിഞ്ഞ 2 ഇലക്ഷനിൽ, അതായത് 2014 2019 നരേന്ദ്രമോദിക്ക് വേണ്ടി വോട്ട് ചെയ്യാണ്, BJPക്ക്. അത് നരേന്ദ്രമോദി ഉള്ളത് കൊണ്ട് മാത്രം വോട്ട് ചെയ്യാണ്. പക്ഷേ ഇത്തവണ ഞാൻ വോട്ട് ചെയ്യില്ല. അന്ന് ഇലക്ഷന് മുമ്പ്, ഇലക്ഷന് ശേഷമല്ല, മുമ്പ് യോഗി ആദിത്യനാഥ് ഭരിക്കുന്ന സ്ഥലത്ത് നിന്ന് അവർ റോഡിൽ നിന്ന് പറയുകയാണ് അവർ. എന്നിട്ട് വ്യക്തമായിട്ട് കാരണങ്ങൾ പറയുന്നുണ്ട്. അവർ പറഞ്ഞു, എനിക്ക് നിങ്ങൾ പറയുന്ന കാര്യങ്ങളോ അല്ലെങ്കിൽ കോൺഗ്രസ് പറയുന്ന കാര്യങ്ങളോ ഇതൊന്നുമല്ല, ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയുന്നതാണ്. ഇവർ പറഞ്ഞ പല കാര്യങ്ങളും ഒന്നും ചെയ്തിട്ടില്ല അവർ. എന്നിട്ട് ആകെ ഇവർ ചെയ്തിരിക്കുന്നത് ഞങ്ങളുടെ അയൽക്കാരും ഞങ്ങൾ തമ്മിൽ സ്പർദ്ധ വർദ്ധിപ്പിക്കുക എന്നുള്ളത്. എൻ്റെ ജീവിതം ഇപ്പോൾ ടെൻഷനാണ്. രാവിലെ എണീറ്റ് വൈകുന്നേരം ഒരിടത്തും ഇല്ലാത്ത ടെൻഷനാണ് എനിക്ക്. അരിയും അതെല്ലാം കിട്ടുന്നുണ്ടായിരിക്കും, പക്ഷെ അതെല്ലാം എൻ്റെ ജീവിതം. എൻ്റെ മക്കളെക്കുറിച്ചേക്കും ടെൻഷനാണ്. എൻ്റെ മക്കളെ എനിക്ക് ഡിസ്ട്രിക്റ്റിൻ്റെ പുറത്ത് അയക്കാൻ ഭയമാണ്. ഇങ്ങനെ അപ്പോൾ ഞാൻ പറഞ്ഞ ഇത് ശരിക്കും ജേർണലിസമാണ്, ഏറ്റവും നല്ല ജേർണലിസം. ഒരു പൗരൻ നിന്ന് സംസാരിക്കുകയാണ്, പത്രങ്ങൾ പറയാത്ത കാര്യങ്ങൾ വളരെ സ്ഫുടതയോടെ പറയുകയാണ്. അപ്പോൾ ഇത് 2 തരത്തിൽ ജനങ്ങളുടെ ഇടയിൽ നിന്നുള്ള ഒരു റിയാക്ഷനാണ്. അത് അവർക്ക് വോയിസ് കൊടുത്തുകൊണ്ട് ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാവുക എന്നുള്ളത് 2 പറ്റിയ കാര്യങ്ങൾ. അപ്പം ഞാൻ ഇപ്പോൾ 2024 ഇലക്ഷന് മുമ്പാണ് ഈ ഇൻ്റർവ്യൂ എടുത്തതെങ്കിൽ ഞാൻ വളരെ നിരാശ. ഞാൻ പറഞ്ഞ മാധ്യമങ്ങൾക്കൊന്നും ഒരു പങ്കില്ല, ഒരു കാര്യമില്ലതും ചെയ്തിട്ട് അതൊക്കെ വെറും നിരർത്ഥകമാണെന്നുള്ള വളരെ നിരാശയിൽ. പക്ഷേ ഇപ്പോൾ എനിക്ക് വളരെ ഹോപ്പുണ്ട്. എനിക്ക് തോന്നുന്നു നമ്മൾ അടുത്ത സ്റ്റേജിലോട്ട് ഇതെല്ലാം പുതിയ തലങ്ങളിലാണ്, ടെക്നോളജി മാറുന്നു, എല്ലാം മാറുന്നു. അപ്പോൾ പുതിയ തലത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ പുതിയ ഒരു സംഭവം വരുമ്പോൾ ഉണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങളും ഇപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അപ്പോൾ പുതിയ വരുമ്പോൾ ഉള്ള ഏറ്റവും വലിയ ഇത് എക്കണോമിക്കലി എങ്ങനെ വയബിൾ ആവണം എന്നുള്ള പ്രശ്നമുണ്ട്. അപ്പോൾ അത് എനിക്ക് തോന്നുന്നു ഒരു 4-5 വർഷത്തിനുള്ളിൽ അതും സോർട്ട് ഔട്ട് ആവുക, എല്ലാം നമുക്ക് സെറ്റിൽ ഡൗൺ ചെയ്യും. കാര്യം അതൊരു ഫ്ലക്സ് ആണല്ലോ. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ വളരെ ഹോപ്പ്ഫുള്ളോടുകൂടിയാണ് ഭാവിയെ നോക്കി കാണുന്നത്. ഇപ്പോൾ നമ്മൾ ഒരു ടെൻഷൻ, ഇപ്പോൾ കോർപ്പറേറ്റുകൾ NDTV പോലെയുള്ള ഇപ്പോൾ 26ഓളം ചാനലുകൾ പിന്നെ അദാനിയുടെയാണ്, ബാക്കി ഇപ്പോൾ 10-16 എണ്ണം അംബാനിയുടെയാണ്. അപ്പോൾ അതങ്ങനെ ആ ഒരു നിലയിലേക്ക് പ്രധാനപ്പെട്ട ഒരു ചാനലുകളാണ് ഇതെല്ലാം. ഇതൊക്കെ അവരുടെ കോർപ്പറേറ്റുകളുടെ ഒക്കെ കീഴിലേക്ക് പോയി കഴിഞ്ഞു ഇത്രയും. അപ്പം അതിനൊരു ബദൽ എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ ആ ഒരു ആശങ്ക ഈ ഒരു പിന്നെ സാറ് പറഞ്ഞ ഈ ഒരു തീർച്ചയായിട്ടും ഈ ആശങ്ക ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പം നമ്മൾ നോക്കുകയാണ്, ഒരു വർഷത്തിനോട് നോക്കുകയാണെങ്കിൽ നമ്മുടെ പേഴ്സണൽ എക്സ്പീരിയൻസ് നോക്കും, നമുക്ക് എത്ര പേരെ അറിയാം ടെലിവിഷൻ ന്യൂസ് കാണുന്നവർ? തീർച്ചയായിട്ടും കുറഞ്ഞു. ടെലിവിഷൻ ന്യൂസ് കാണുന്നവർ കുറഞ്ഞിട്ടുണ്ട്, അവരുടെ ഇമ്പാക്റ്റ് കുറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇതൊരു ഫാക്റ്റാണ്, 39% പേര് ഇന്ത്യയിൽ നരേന്ദ്രമോദിക്ക് വോട്ട് ചെയ്തിട്ടുണ്ടെന്നുള്ളതും സത്യമാണ്. അപ്പോൾ അവർ കാണും. ഈ 39% വളരെ വലിയൊരു സംഖ്യയാണ്, വളരെ വലിയൊരു, നമ്മൾ ഒരു ശതമാനക്കണക്ക് പറയുമ്പോൾ ഇന്ത്യയുടെ പോപ്പുലേഷൻ ശതമാനം നോക്കുമ്പോൾ വളരെ വലിയ ഒരു സംഖ്യയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ചാനലുകളെ സസ്റ്റെയിൻ ചെയ്യാൻ വേണ്ടി ഈ 39% മതി, അവർ സസ്റ്റെയിൻ ചെയ്യും. പക്ഷേ എനിക്ക് തോന്നുന്നില്ല അതിൽ കൂടുതലായിട്ട് അവരെന്തെങ്കിലും ഇമ്പാക്റ്റ് സമൂഹത്തിൽ വരുത്തുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഇതൊരു പ്രശ്നം തന്നെയാണ്. രണ്ടാമത് ഇതിനകത്ത് മാറ്റം വരാൻ ചാൻസ് വളരെ കുറവാണ്. അതായത് ഈ ഭരണകൂടം, ഈ ഗവൺമെൻറ് ഭരണത്തിൽ ഇരിക്കുന്ന കാര്യം നമ്മുടെ ടെലിവിഷൻ ചാനൽസിന് ലൈസൻസ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അവരുടെ മാത്രം കൺട്രോൾ. അവർ നമ്മുടെ അവർക്ക് ഇഷ്ടമുള്ളവർക്ക് അവർ കൊടുക്കുള്ളൂ, അല്ലാത്തവർക്ക് കൊടുക്കില്ല. അപ്പോൾ ഇതിനകത്ത് വേറെ മാറ്റം വരുന്ന വളരെ ഇതാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ യൂട്യൂബ് പോലെയുള്ള മറ്റ് പ്ലാറ്റ്ഫോമുകളിൽ, അപ്പോൾ യൂട്യൂബ് പോലും ഇനിയിപ്പം ആ ബ്രോഡ്കാസ്റ്റ് ബില്ല് വരുമ്പോൾ അതിനകത്ത് ഒരുപാട് പ്രശ്നങ്ങൾ വരുന്നുണ്ട്. ഇങ്ങനെയുള്ളവരെ ടാർഗറ്റ് ചെയ്ത് തന്നെയാണ് ആ ബില്ല് ഉണ്ടാക്കിയത്. അപ്പോൾ പ്രശ്നങ്ങളുണ്ടാകും. പക്ഷേ എപ്പോഴൊക്കെ ടെക്നോളജിയെ സ്റ്റേറ്റ് കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടോ അപ്പോഴൊക്കെ മറ്റ് വേറെ ഓപ്ഷൻസും ടെക്നോളജിക്കകത്ത് ഉണ്ടാവും എന്നുള്ളൊരു ശുഭപ്രതീക്ഷ നമുക്ക് വേണം. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയും, ഇപ്പോൾ ഒരു രവേഷ് കുമാർ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, അല്ലെങ്കിൽ ധ്രുവ് റാത്തി, ഇവർക്ക് കിട്ടുന്ന ആ ഒരു വ്യൂവേഴ്സ് ഇന്ത്യയിൽ ഒരു ടെലിവിഷൻ ചാനലാകട്ടെ പത്രത്തിനാകട്ടെ ക്ലെയിം ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അതൊരു വലിയൊരു ഹോപ്പാണ് അത് അങ്ങനെ ഉള്ളത്. പക്ഷേ ഇപ്പോൾ ചിലർ പറയുന്ന യൂട്യൂബ് അങ്ങനെ ഇൻഡിവിജ്വൽസിന് കൂടുതൽ അവർക്ക് താല്പര്യമില്ല, അവർ ഈ ഭയങ്കര വ്യൂസ് കിട്ടുന്നവർ അവർ മനഃപൂർവ്വം കുറച്ച് താഴ്ത്താൻ ശ്രമിക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള ചലഞ്ചസ് ഉണ്ടായിക്കൊണ്ടിരിക്കും. പക്ഷേ ഞാൻ പറയുന്നത് ടെക്നോളജി ഇവോൾവ് ചെയ്യുന്ന സ്പീഡ് അനുസരിച്ച് അങ്ങനെ കൂടുതൽ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇത് നമുക്ക് ആവശ്യം, ഇന്ത്യയെ പോലുള്ള രാജ്യത്ത് 1-2 നിതീഷ് കുമാർ പോരാ, നമുക്കൊരു 1000-ഓ 1,00,000-ഓ നിതീഷ് കുമാർ. അപ്പോൾ നമ്പർ കൂടുന്തോറും ഗവൺമെൻറ്റും മറ്റുള്ളവരും കൺട്രോൾ ചെയ്യാനും ബുദ്ധിമുട്ടായിരിക്കും എന്നുള്ളത് നമുക്കറിയാം. ഇപ്പോൾ ഈ ഭരണാധികാരികൾ, ഇപ്പോൾ മോഡി, നമ്മുടെ പ്രധാനമന്ത്രി മോഡിയൊക്കെ മാധ്യമങ്ങളെ കാണുക എന്നുള്ളത് മാധ്യമങ്ങളിൽ നിന്ന് പൂർണ്ണമായിട്ട് വിട്ടു നിൽക്കുകയാണ്. അദ്ദേഹം സ്വന്തമായിട്ട് പ്രൊപ്പഗാൻഡ അവരുടെ അധികാരമൊക്കെ ഉപയോഗിച്ചുകൊണ്ട് അവർ സ്വന്തമായിട്ട് പ്രൊപ്പഗാൻഡ നടത്തിക്കൊണ്ടിരിക്കുന്നു അല്ലാതെ മാധ്യമങ്ങളെ കാണാൻ തയ്യാറാകുന്നില്ല. കേരളത്തിൽ നമുക്കറിയാം, ഒരുപക്ഷെ കോവിഡ് സമയത്തൊക്കെ നിരന്തരം മാധ്യമങ്ങളെ കണ്ടിരുന്ന നമ്മുടെ മുഖ്യമന്ത്രി അതിന്ന് മാറി നിൽക്കുന്നു. അപ്പോൾ അങ്ങനെ ഭരണാധികാരികൾ എപ്പോഴും
ഇപ്പോൾ ഒരു പുതിയ വളരെ കൂടുതലായിട്ട് നമുക്ക് അടുത്ത കാലത്തായിട്ട് നമുക്ക് കാണാം അവർ മാറി നിൽക്കുന്നു. മാത്രമല്ല അവർ പ്രൊപ്പഗാൻഡ നടത്തുന്നു. അത് സത്യം പറഞ്ഞാൽ നുണപ്രചാരണം വലിയ തോതിൽ നടത്തുന്നതിന് അവർക്ക് കഴിയുന്നു. അവരുടെ സ്വന്തം പശ്ചാത്തലം ഉപയോഗിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഈ രീതിയിലുള്ള ഈ സോഷ്യൽ മീഡിയ ഇതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയാണ് അതിനെ നമുക്ക് എങ്ങനെയാണ് തരണം ചെയ്യാൻ പറ്റുക, അല്ലെങ്കിൽ എന്താണ് അതിനൊരു പോം വഴി? ഇതിലും രണ്ട് വശങ്ങൾ നമ്മൾ നോക്കണം. തീർച്ചയായിട്ടും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പത്രസമ്മേളനം നടത്തില്ല എന്നുള്ള തീർച്ചയാണ്. അദ്ദേഹത്തിൻ്റെ പ്രശ്നമുണ്ടെന്ന് പത്രങ്ങളെ അഭിമുഖീകരിക്കുന്നത്. അത് നമ്മൾ വിദേശത്ത് പോയപ്പോൾ ഒരു നമുക്ക് വളരെ നമ്മുടെ മുമ്പിൽ എല്ലാം മറ നീക്കി പുറത്തു വന്നത് നമ്മുടെ 2019 ഇലക്ഷൻ റിസൾട്ടിന് തൊട്ട് മുമ്പ്, ഇലക്ഷൻ കഴിഞ്ഞ ദിവസം, ഇലക്ഷൻ്റെ അവസാനത്തെ തൊട്ട് ദിവസം അദ്ദേഹവും അമിത്ഷായും കൂടെ BJP ഇതിലൊരു പത്രസമ്മേളനം. അപ്പോൾ അതിൽ മോദി വെറുതെ ഇരിക്കുകയായിരുന്നു. മോദി എന്തോ ഓപ്പണിംഗ് സ്റ്റേറ്റ്മെന്റ് നടത്തി ഏത് ചോദ്യം വന്നാലും അദ്ദേഹം അത് അമിത്ഷായുടെ അടുത്തോട്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇദ്ദേഹത്തിന് ചോദ്യങ്ങളെ നേരിടാൻ എന്തോ പ്രശ്നമുണ്ട്. അത് ഇതിനു മുമ്പും തെളിഞ്ഞപ്പെട്ടുള്ളതാണ്. കരൺ താപ്പറുമായിട്ട് ചെറുതായിട്ട് കരൺ താപ്പർ ഒന്ന് പെർസിസ്റ്റ് ചെയ്തപ്പോൾ അദ്ദേഹം വെള്ളം കുടിച്ചിട്ട് ഇറങ്ങിപ്പോയി. അതിനു മുമ്പ് ഒരു ബ്രിട്ടീഷ് ജേർണലിസ്റ്റിനോട് സംസാരിക്കുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, അദ്ദേഹത്തിനോട് ചോദിക്കും, നിങ്ങൾ എന്തെങ്കിലും താങ്കളുടെ ഇതിൽ ഭരണത്തിനിടയിൽ മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ താങ്കളുടെ ഭരണത്തിൽ താങ്കൾക്ക് എന്തെങ്കിലും റിഗ്രറ്റ് ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയാം, അത് മീഡിയ ഞാൻ കൈകാര്യം ചെയ്തതിൽ എനിക്ക് കാര്യം അതൊരു വളരെ ഒരു ചില്ലിങ് മൊമെൻ്റാണ് ഇൻ്റർവ്യൂവിൽ. എനിക്ക് തോന്നുന്നില്ല ഒരു ഡെമോക്രസിയിലും ഇപ്പം ട്രംപ് ഇതിങ്ങനെ അതൊരു കോമാളി രൂപത്തിൽ പറയുന്നുണ്ട്. പക്ഷെ അന്ന് ഇത് നമ്മുടെ മുഖ്യമന്ത്രി, ഗുജറാത്ത് മുഖ്യമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞ വാചകം അതൊരു അപ്പോൾ അത് പറഞ്ഞു കഴിഞ്ഞ ശേഷം എനിക്ക് തീർച്ചയായും അദ്ദേഹം തന്നെ റിഗ്രറ്റ് ചെയ്യുന്നുണ്ട്. അദ്ദേഹം ഒരിക്കലും സമ്മതിക്കില്ല. ഒരാൾ ഒരിക്കലും ഒരു പൗരനും മറ്റൊരു പൗരനും ഒരിക്കലും പറയാത്ത, അത് അവർ ബ്രിട്ടീഷ് വനിതയായിരുന്നു, എന്നാലും അങ്ങനെ പറയാൻ പാടില്ലാത്ത വിഷയം. അപ്പോൾ എനിക്ക് തോന്നുന്നു നരേന്ദ്രമോദിക്ക് അത് നല്ലവണ്ണം അറിയാം. അദ്ദേഹത്തിന് എന്തോ കൂടുതൽ ചോദ്യം ചോദിക്കുമ്പോൾ ഒന്നുകിൽ അദ്ദേഹത്തിൻ്റെ കമ്പോഷർ ലൂസ് ചെയ്യാണോ എന്താണ്. അമേരിക്കയിൽ വെച്ച് ഇതാണ് സംഭവിച്ചത്. അമേരിക്കയിൽ വെച്ച് ആദ്യം ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ അവസ്ഥയെക്കുറിച്ച് ഒരു റിപ്പോർട്ടർ ചോദിച്ചു. അപ്പോൾ ഇദ്ദേഹത്തിന് ഉത്തരമില്ല. രണ്ടാമത് അദാനിയെക്കുറിച്ച് ഇത്തവണ ചോദിച്ചു. അതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ ഇദ്ദേഹം വേറെ എന്തൊക്കെയാണ് പറയുന്നത്. ഇദ്ദേഹത്തെ എന്തുകൊണ്ടോ ലിങ്ക് കണക്ട് ചെയ്യാൻ അദ്ദേഹം ശ്രമിക്കുന്നില്ല. അല്ലെങ്കിൽ അപ്പോൾ എന്തോ ഇദ്ദേഹത്തിന് എന്തോ ഒരു ബ്ലോക്കുണ്ട് പ്രസ് കോൺഫറൻസ് അഡ്രസ്സ് ചെയ്യാൻ. രണ്ടാമത് ഇദ്ദേഹം പ്രസ് കോൺഫറൻസ് എല്ലാം അഡ്രസ്സ് ചെയ്യാനും മീഡിയയെ കാണാൻ വിസമ്മതിച്ച് ഇദ്ദേഹത്തിൻ്റെ പീക്ക് പവറിൽ നിൽക്കുന്ന സമയത്ത് 2014, 2019. എന്നാൽ 2024 ഇദ്ദേഹം 80 ഇൻ്റർവ്യൂ ആണ് ഇലക്ഷൻ കൊടുത്തത്. എനിക്ക് തോന്നുന്നു 80, 83, അത് 100 അടുപ്പിച്ച്. ഒരു പ്രധാനമന്ത്രിയും ഒരിക്കലും ചെയ്തിട്ടുള്ള സംഭവമാണിത്. ഇലക്ഷന് തൊട്ട് മുമ്പ് 80 ഇൻ്റർവ്യൂ കൊടുക്കുക എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല ജവഹർലാൽ നെഹ്റുവോ ഇന്ദിരാഗാന്ധിയോ ലാൽ ബഹദൂർ ശാസ്ത്രിയോ ഈവൻ വാജ്പേയി പോലും മൻമോഹൻ സിംഗ് പ്രസ് കോൺഫറൻസ് അഡ്രസ് ആയിരുന്നു, ഇൻ്റർവ്യൂ കൊടുക്കും. പക്ഷേ ഇത് ഇലക്ഷൻ തൊട്ടും ആ 2 മാസത്തിൽ 80 ഇൻ്റർവ്യൂ. അപ്പം നരേന്ദ്രമോദിക്ക് മാധ്യമങ്ങളെ ആവശ്യമില്ലാന്ന് ഇവിടത്തെയൊക്കെ BJP നേതാക്കന്മാർ ടെലിവിഷനിൽ വന്നിരുന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ എന്തുകൊണ്ടാണ് ഒരു ടെലിവിഷൻ ആങ്കറിന് തിരിച്ചു പോകുന്നത്? ഇദ്ദേഹം പിന്നെ എന്തിനാണ് 80 ടെലിവിഷൻ ഇതിനു മുമ്പ് പോയിരുന്നത്? എന്നിട്ട് അത് അപഹാസ്യമായ രീതിയിൽ 80 പലതിലും പല എഡിറ്റേഴ്സും പിന്നീട് പറഞ്ഞത് ആ വിഷ്വൽ സപ്ലൈ ചെയ്തത് ഇദ്ദേഹത്തിൻ്റെ പ്രധാനമന്ത്രിയുടെ വക്താക്കളാണ് സപ്പോർട്ട് കാര്യം എങ്ങനെ ഇദ്ദേഹം എന്ത് ധരിക്കണം, ഏത് ആംഗിളിൽ നിന്ന് ക്യാമറ വയ്ക്കണം, അതുപോലും തീരുമാനിക്കുന്ന പ്രധാനമന്ത്രിയാണ്. അപ്പോൾ പിന്നെ ചോദ്യങ്ങൾ നമ്മൾ പറയേണ്ടതില്ല. ചോദ്യങ്ങൾ കേട്ടാലും അറിയാം നമുക്ക്. ആ ചോദ്യങ്ങൾ ഞാൻ ഫിക്സ്ഡ് ചോദ്യങ്ങളാണെന്ന് പറയുകയല്ല. ഇത്രയും കെയർഫുള്ളായിട്ട് ഇമേജ് ബിൽഡിംഗ് ഉണ്ടാക്കുമ്പോൾ ചോദ്യങ്ങളും നമ്മൾ കേൾക്കുമ്പോൾ അറിയാം ചോദ്യങ്ങളുടെ പ്രസക്തി. അപ്പം മാധ്യമങ്ങളെ നരേന്ദ്രമോദിക്ക് വേണ്ട എന്നല്ല ഞാൻ പറയുന്നത്, മാധ്യമങ്ങളെ ഫേസ് ചെയ്യാൻ അദ്ദേഹത്തിന് എന്തോ ഒരു വിമുഖതയുണ്ടെന്നുള്ളത് തീർച്ചയാണ്. അത് എന്താണ് കാരണം എന്ന് അറിയില്ല. അപ്പോൾ ഒരു ഡെമോക്രസി നമ്മൾ മദർ ഓഫ് ഡെമോക്രസി എന്നും ലോകത്തിലെ ഏറ്റവും വലിയ ഡെമോക്രസി എന്നെല്ലാം പറയുന്നുണ്ടെങ്കിൽ ഇതറിയാൻ നമുക്ക് ആവശ്യമില്ല. എന്തുകൊണ്ടാണ് ഇദ്ദേഹം എന്ന് പറയട്ടെ സ്വയം, നമ്മൾ വേറെ ആരും സ്പെക്കുലേഷൻ വേണ്ട. പക്ഷേ അതിന് തയ്യാറല്ല എന്നപ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് മാധ്യമങ്ങളെ വേണ്ടെന്ന് പറയാം. മാധ്യമങ്ങൾ വേണ്ടെങ്കിൽ എന്തിനാണ് 80 ആ സമയം 80 മീറ്റിംഗ് അദ്ദേഹം പറയുന്ന അദ്ദേഹത്തെ പോലൊരു ഗ്രേറ്റ് കമ്മ്യൂണിക്കേറ്റർ, ഇത്രയും വലിയ ഗ്രേറ്റ് ക്യാമ്പയിനർ, അദ്ദേഹം 80 മണിക്കൂർ നഷ്ടപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ 80 പബ്ലിക് റാലിയിൽ ലക്ഷങ്ങൾ വോട്ടുകൾ കളയുകയല്ലേ അദ്ദേഹം ചെയ്തത്. അപ്പോൾ എന്തോ ഒരു പ്രശ്നം അതിനകത്തുണ്ട്, ഒരു കോൺട്രഡിക്ഷൻ. പിന്നെ തീർച്ചയായിട്ടും ഇതൊരു പ്രശ്നം തന്നെയാണ് ഇത്. പക്ഷെ ഞാൻ പറയുന്നത് ഇപ്പോൾ 2 ദിവസം മുമ്പ് പെൻറ്റഗൺ വലിയ ഏറ്റവും മോശമായ മിലിറ്ററി ഹെഡ് ക്വാർട്ടർ ഇതാണ്.
പക്ഷെ പെൻറ്റഗൺ പത്രക്കാരെ, അവിടെയുള്ള അവരുടെ റെഗുലർ പത്രക്കാർക്ക് വേണ്ടി ഒരുപാട് പുതിയ റെസ്ട്രിക്ഷൻസ്, ട്രംപിൻ്റെ ഹാക്സത്ത് എന്ന് പറഞ്ഞ അദ്ദേഹം പുതിയ റെസ്ട്രിക്ഷൻസ് കൊണ്ടുവന്നപ്പം അത് മനഞ്ഞാന്നാണത് 2 ദിവസം മുമ്പാണ് ആദ്യമായിട്ട് അത് റെസ്ട്രിക്ഷൻസ് ഫലത്തിൽ വന്നത്. അപ്പോൾ ഒന്നോ രണ്ടോ പത്രം ഒഴികെ ബാക്കി എല്ലാ പത്രത്തിലെ റിപ്പോർട്ടേഴ്സും അവരിറങ്ങിപ്പോയി. ഞങ്ങളിതിൽ സമ്മതിക്കില്ല. ഇറങ്ങിപ്പോയപ്പോൾ അവർ പറഞ്ഞൊരു കാര്യമുണ്ട്, ഞങ്ങൾ ഇറങ്ങിപ്പോകുന്നു എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പെൻറ്റഗണിനെ കവർ ചെയ്യുക എന്നല്ല, ഞങ്ങൾ നിങ്ങളെ എക്സ്പോസ് ചെയ്യും, ഞങ്ങൾ സ്റ്റോറീസ് ചെയ്യും. പക്ഷെ നമ്മൾ ഞങ്ങളുടെ രീതിയിൽ നമ്മൾ കണ്ടുപിടിക്കും എങ്ങനെ ചെയ്യുന്നത്, ഇവിടെ വരാതെ എങ്ങനെ സ്റ്റോറി ചെയ്യും എന്ന് കണ്ടുപിടിക്കും. അപ്പോൾ ഇതുപോലെ ചെയ്യാം. പക്ഷേ ഞമ്മളിപ്പോൾ പലപ്പോഴും നമ്മുടെ തൃശ്ശൂരത്തെ MP പത്രക്കാരൻ നോക്കി എന്തൊക്കെയാണ് പറയുന്നത്, നിങ്ങളൊക്കെ മറ്റേ മറിച്ചതെന്ന് പറഞ്ഞ്. അതുപോലെ പഴയ ഒരു ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ, അദ്ദേഹം പിക്ക് ഔട്ട് ചെയ്ത ആളുകളെ ഓരോ ചാനലിൽ നിങ്ങൾ പുറത്തു പോകും എന്ന് പറയുമ്പോൾ ബാക്കി അവിടെ നിൽക്കുന്ന ഈ പത്രക്കാർ എന്തിനാണ് അവിടെ നിൽക്കുന്നതെന്നുള്ള വലിയ ചോദ്യം വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇതെല്ലാം അപ്പം നരേന്ദ്രമോദിയും മറ്റുള്ളവരും നമ്മൾ ഓഡിറ്റ് ചെയ്യും മുമ്പ് എനിക്ക് ചോദിക്കാനുള്ളത്, എന്തിനാണ് ഈ ജേർണലിസ്റ്റുകൾ ഇത് ഇങ്ങനെ സ്വയം അപഹാസ്യരാകുന്നൊരു ചോദ്യമാണ്. അപ്പോൾ അവർ പറയും, ഞങ്ങൾ തിരിച്ചു വന്നാൽ ജോലി ഇല്ല. ഞാൻ പറഞ്ഞു, നിങ്ങൾ റിപ്പോർട്ട് ചെയ്തത് നല്ല പറയുന്നത്, നിങ്ങൾ റിപ്പോർട്ട് ചെയ്യണം, നിങ്ങളുടെ സോഴ്സസ് ഉപയോഗിച്ച്. എന്തായാലും ഇപ്പം ഭരണാധികാരികൾ നമ്മളെ വിളിച്ച് കാണുമ്പോൾ അവർക്ക് വേണ്ടത് അവർ പറയുള്ളൂ. അവരൊരിക്കലും അവർക്ക് അരോചകമായ ഒരു കാര്യം പോലും അവർ നമ്മുടെ കാര്യം അവർക്ക് പിന്നെ എന്തിനാണ് ഇവരെ പോയി വെറുതെ കാണുന്നത്? ഈ PR ജേർണലിസ്റ്റ് കാര്യം എന്ത്? ഇവരെ കാണാതെ ഏറ്റവും വലിയ സ്റ്റോറികൾ വന്നത് ഇപ്പം നിക്സൺ സ്റ്റോറി കൊടുത്തിട്ടാണോ വാട്ടർ ഗേറ്റ് സ്റ്റോറി വന്നത്? അല്ലെങ്കിൽ നമുക്ക് ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ സ്റ്റോറികൾ ഇത് ഭാഗൽപൂർ ബ്ലൈൻഡിങ്സിൽ അവരാരെങ്കിലും വിളിച്ചിട്ടാണോ അവർ പോയത്? അല്ല, ഇത് പോയി കണ്ടുപിടിച്ച് ചെയ്തതാണ് ജേർണലിസ്റ്റുകൾ. അപ്പം പത്രപ്രവർത്തകർ സ്റ്റെനോഗ്രാഫേഴ്സ് ആവും പാടില്ല. സ്റ്റെനോഗ്രാഫി കുറവുണ്ടെന്നെല്ലാം പറയുന്നത്. പക്ഷേ പത്രപ്രവർത്തകർ ഇരിക്കണമെങ്കിൽ എല്ലാം സ്പൂൺ ഫെഡ് ചെയ്തത്. ഇപ്പം നമ്മുടെ ഇവിടെ ക്രൈം ഉണ്ടെങ്കിൽ പോലീസുകാർ ആദ്യം പറയുന്നത് CCTV എവിടെയാണ്. CCTV വരുന്നതിന് മുമ്പ് ഇവരെങ്ങനെയാണ് കേസ്? അതുപോലെയാണ് ഇപ്പോൾ ആണെങ്കിൽ നമുക്ക് മുഖ്യമന്ത്രിയുടെ ബൈറ്റ് വേണം, പ്രധാനമന്ത്രിയുടെ ബൈറ്റ് വേണം. ഈ ബൈറ്റൊന്നും ഇല്ലാതെ ജേർണലിസം ചെയ്യാൻ പറ്റില്ലേ? അപ്പം അങ്ങനെയുള്ള നമ്മുടെ ഓരോ വാതിൽ അടയുമ്പോഴും മറ്റു വാതിൽ എങ്ങനെ തുറക്കാമെന്ന് നമ്മൾ എക്സ്പ്ലോർ ചെയ്യും. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഇന്ത്യയിൽ സംഭവിച്ചത് നമ്മൾ പൂർണ്ണമായിട്ടും കീഴടങ്ങായിരുന്നു അതിനുവേണ്ടി. അതിനോട് എനിക്ക് വലിയ അപ്പം ഞാൻ ഈ മോദിയെയും നേരത്തെ താങ്കൾ പറഞ്ഞ മറ്റു മുഖ്യമന്ത്രി മമതാ ബാനർജിയെക്കുറിച്ചും ഈ സെയിം ആക്ഷേപങ്ങളുണ്ട്. അവരെല്ലാം കുറ്റം പറയുമ്പോൾ ഞാൻ പറയും, നമ്മൾ ആദ്യം നമ്മുടെ തന്നെ വീട് വൃത്തിയാക്കിയിട്ടല്ലേ പുറത്തിറങ്ങി ലെക്ചർ ചെയ്യാൻ. അത് നമ്മളങ്ങനെ ചെയ്യുന്നില്ല എന്നുള്ളത്. അപ്പോൾ ഇതൊരു ചലഞ്ചേ അല്ല. നരേന്ദ്രമോദി പ്രസിനെ അഭിമുഖീകരിക്കുന്നുള്ള ഒരു പ്രശ്നമേ അല്ല. അത് നമുക്ക് പത്രപ്രവർത്തനം ചെയ്യാൻ ഒരു കാര്യത്തിൽ അത് നമ്മൾ തടസ്സമാകുന്നില്ല. അത് മോദിയുടെ വീക്ക്നെസ്സിനാണ് കാണിക്കുന്നത്, അല്ലെ പത്രങ്ങളുടെ വീക്ക്നെസ് അല്ല. പിന്നെ ഇപ്പം നമുക്കറിയാം, ഈ രാഹുൽ ഗാന്ധി, പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പക്ഷേ മാധ്യമങ്ങൾ ചെയ്യേണ്ടിയിരുന്ന, അല്ലേ, ഉത്തരവാദിത്തപ്പെട്ട മാധ്യമങ്ങൾ, ഇന്ത്യയിലെ മാധ്യമങ്ങൾ ചെയ്യേണ്ടിയിരുന്ന ഒരു വലിയ പണിയാണ്. ഇപ്പോൾ വോട്ട് ചോരിയെക്കുറിച്ചുള്ള വലിയ അന്വേഷണം നടത്തുകയും നീണ്ട 5-6 മാസത്തെ അധ്വാനം, ഒരുപാട് പേരെ കൂട്ടി കുറേ പൈസ മുടക്കി വലിയ അധ്വാനത്തിലൂടെയാണ് അദ്ദേഹം വോട്ട് ചോരിയുടെ യഥാർത്ഥ അല്ലെങ്കിൽ അതിൻ്റെ കാര്യങ്ങളൊക്കെ പുറത്തു കൊണ്ടുവരുന്നത്. രാഹുൽ ഗാന്ധി ചെയ്തിട്ടുള്ള ഒരു വർക്ക് മാധ്യമങ്ങൾ ചെയ്തില്ല. ഇന്ത്യയിലെ മാധ്യമങ്ങൾ അവിടെ പരാജയമാണ് എന്ന് പറയേണ്ടി വരില്ലേ? ഈ വിഷയത്തിൽ തീർച്ചയായിട്ടും നമുക്ക് അങ്ങനെ ചോദിച്ചാൽ പരാജയമാണെന്ന് പറയാം. പക്ഷേ അതിൻ്റെ കുറച്ച് യാഥാർത്ഥ്യങ്ങൾ കൂടി നോക്കാം. അപ്പോൾ ഇതിനകത്ത് ഞാൻ താങ്കളോട് യോജിക്കുന്നു. പക്ഷേ ചെറിയൊരു യാഡ്സ്റ്റിക് കുറച്ച് മാറി ഒരു കാര്യം കൂടെ. അതായത് ഒന്ന്, ഇത്രയും ഇത് ചെയ്ത് രാഹുൽ ഒരു സീറ്റിന് വേണ്ടി ഒരു 6 മാസം ജോലി, അതുപോലെ അവർക്ക് കൊടുത്ത ഇത് 7 അടി പൊക്കത്തിലുള്ള ഇതാണ്. ഇത് ചെയ്യാൻ വേണ്ടി ഇന്ന് ഇന്ത്യയിൽ ഒരു 3-4 മാധ്യമങ്ങൾക്ക് മാത്രമേ ഇത്രയും റിസോഴ്സസ് ഉള്ളൂ. 3-4 മീഡിയ ഹൗസസിനാണ് മാത്രമാണ് ഇത്രയും റിസോഴ്സസ് ഉള്ളൂ ഇത് ചെയ്യാൻ പറ്റുന്നത്. ഈ 3-4 മാധ്യമങ്ങളുടെ ഉടമസ്ഥാവകാശം നോക്കുകയാണെങ്കിൽ അവരൊരിക്കലും ഇത് ചെയ്യില്ല. അവർ റിസോഴ്സ് ചെയ്യില്ല. അവരൊരു ക്രിക്കറ്റ് മാച്ചിനോ അല്ലെങ്കിൽ ഒരു ബ്യൂട്ടി പേജൻറ്റിനോ ഒരു കോൺക്ലേവ് എന്ന് എന്തൊക്കെ പറഞ്ഞ് ഈ ആളുകളെ വിളിച്ചിരുത്തി 5 സ്റ്റാർ ഹോട്ടലിൻ്റെ നല്ല സോഫയിലൊക്കെ ഇരുത്തി അങ്ങോട്ടും ഇങ്ങോട്ടും കേൾക്കാൻ സുഖമുള്ള കാര്യങ്ങൾ പറയുന്നതിനോ ഇതിനൊക്കെ വേണ്ടി അവർ ഒരു കോടികൾ ചെലവഴിക്കും. പക്ഷേ ഇങ്ങനെ ഒരു സംഭവം, ഇത് ഇന്ത്യൻ മീഡിയ ഉടമസ്ഥതയുടെ പ്രശ്നം. നേരത്തെ പറഞ്ഞ പോലെ ഇത് നമുക്ക് മാധ്യമ പ്രവർത്തകരെ ഒരിക്കലും കുറ്റം പറയാൻ പറ്റില്ല. എഡിറ്റേഴ്സിന്, ലീഡർഷിപ്പിനെ വേണമെങ്കിൽ പറയാം, അവർ വേണ്ടത്ര രീതിയിൽ റിസോഴ്സും ശ്രമിച്ചില്ല. എഡിറ്റർ വരെ കുറ്റം പറയും. പക്ഷേ ഒരു ചീഫ് ഓഫ് ബ്യൂറോയോ ഒരു റിപ്പോർട്ടറെയോ ഒരു സബ് എഡിറ്ററെയോ നമുക്ക് കാര്യം അവരിങ്ങനെ ഒരു ഐഡിയ പറഞ്ഞാൽ തന്നെ ഇതിന് ഫണ്ട് ക്ലിയർ ചെയ്യില്ല എന്നുള്ള എനിക്ക് 110% എനിക്ക് തീർച്ചയാണ്. ആരും ഇതിന് ഫണ്ട് ക്ലിയർ ചെയ്യില്ല. അപ്പോൾ ഇതിനകത്തുള്ള ശരിക്കൊരു അപ്പം നമ്മളോട് ചോദിക്കേണ്ട ചോദ്യം, എന്തുകൊണ്ട് രാഹുൽ ഗാന്ധി മാത്രം ഇത് ചെയ്തു? മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ ചെയ്യേണ്ടതല്ലേ? ഇപ്പോൾ ഉദാഹരണത്തിന് താങ്കൾ തൃശ്ശൂരത്തെ ഉദാഹരണം അത്. അപ്പോൾ ആ തൃശ്ശൂർ ഒരു ഇടതുപക്ഷ പാർട്ടികളല്ലേ അത് ചെയ്യേണ്ടിയിരുന്നത്, അല്ലെങ്കിൽ ഇവിടുത്തെ ലോക്കൽ കോൺഗ്രസ് ചെയ്യേണ്ടിയിരുന്നില്ല. അപ്പോൾ ഞാൻ അങ്ങനെയാണ് ചോദിക്കുന്നത്. രാഹുൽ ഗാന്ധി ചെയ്തു എന്ന് തീർച്ചയായിട്ടും അദ്ദേഹം പ്രതിപക്ഷ നേതാവ്
നേതാവിൻ്റെ ഒരു കർത്തവ്യം വഹിച്ചു എന്നേ നമ്മൾ അതിൽ കൂടുതൽ ക്രെഡിറ്റ് അദ്ദേഹത്തിന് കൊടുക്കേണ്ട ആവശ്യമില്ല എന്നാണ് ഞാൻ പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ജോലിയാണത് പ്രതിപക്ഷ നേതാവിൻ്റെ. ഞാൻ ചോദിക്കുന്ന മറ്റ് പാർട്ടികളോ? അപ്പോൾ പത്രങ്ങളെക്കാട്ടി മറ്റ് പാർട്ടികൾ, കാര്യം പാർട്ടികളെല്ലാം ക്ലെയിം ചെയ്യുന്നത് എന്താണ്? ഞങ്ങൾക്ക് ജനങ്ങളുടെ ഇടയിൽ ഭയങ്കര സ്വാധീനമാണ്, ഞങ്ങൾക്ക് ഓരോ ഇവിടെ ഒരു ഇല അനങ്ങിയാൽ ഞങ്ങൾ അറിയും, ജനങ്ങളുമായിട്ട് ജനങ്ങളുടെ പൾസ് നമ്മുടെ ഉണ്ടെന്ന് അവർ ക്ലെയിം ചെയ്യുന്നുണ്ട് ഞാൻ ചോദിക്കുന്നത്. അപ്പം ഈ പറയുന്ന ക്ലെയിമുകളൊക്കെ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ഇവിടുത്തെ ജനകീയമെന്ന് അവകാശപ്പെടുന്ന രാഷ്ട്രീയ പാർട്ടികളെല്ലാം ജനങ്ങളുമായിട്ട് യാതൊരു ബന്ധമില്ലെന്നും കൂടി തെളിയല്ലേ അത്. പത്രപ്രവർത്തനത്തിൽ പറയുമ്പോൾ ഞാൻ പറയുമ്പോൾ ഇത് രാഹുൽ ഗാന്ധി ഇത് ഞാൻ പറഞ്ഞ ശരിക്കുള്ള ടെസ്റ്റ്. കാര്യം ഞാൻ നേരത്തെ പറഞ്ഞ നിസ്സഹായതയാണ്, ഇത് റിസോഴ്സസ് ഇല്ല, ഉള്ളവരത് ചെയ്യുകയുമില്ല. അങ്ങനെയാണെങ്കിൽ ഒരു ജേർണലിസ്റ്റിൻ്റെ ശരിക്കുള്ള ടെസ്റ്റ് രാഹുൽ ഗാന്ധി ഇത് ചെയ്ത് കഴിഞ്ഞ ശേഷം ഇതിനെ എന്ത് ഫോളോ അപ്പ് ചെയ്തെന്നുള്ളതാണ്. 2 ഓപ്ഷൻ ഉണ്ട്. ഒന്ന്, അദ്ദേഹം പറഞ്ഞതെല്ലാം അതുപോലെ കോപ്പി അടിച്ച് അതുപോലെ കൊടുക്കുക. അത് കേരളത്തിനെ കേരളത്തിൽ ഞാൻ ഇത്തോടെ എന്നെ അത്ഭുതപ്പെടുത്തിയ കേരളത്തിൽ പല പത്രങ്ങളും പൊടിയോട് ഇതിന് പ്ലേ കൊടുത്തു. അതിന് ഇടതുപക്ഷത്തിനോടുള്ള വിരോധം കൊണ്ട് ചെയ്താണെന്നറിയോ, രാഹുൽ കോൺഗ്രസിനെ കുറിച്ച് ഇത് കിട്ടിപ്പോട്ടെ എന്നുള്ളതുകൊണ്ടാണെന്ന് അറിയില്ല. നമ്മുടെ ഇവിടെ സാധാരണ കേരളത്തിലെ ഗവൺമെൻറ് മാത്രം വിമർശിക്കുകയും നരേന്ദ്രമോദിയെക്കുറിച്ച് ഒന്നും പറയാതിരിക്കുന്ന പല പത്രങ്ങളും ഒരുപാട് ഈ സ്റ്റോറിക്ക് പ്ലേ കൊടുത്തു. പക്ഷേ അത് കഴിഞ്ഞ് സ്വന്തമായ രീതിയിൽ ഇത് ഫോളോ അപ്പ് ചെയ്ത എത്ര മാധ്യമങ്ങളുണ്ടെന്ന് ചോദിച്ചാൽ ഉണ്ട്. ഓൺലൈനിൽ ഇപ്പോൾ റിപ്പോർട്ടേഴ്സ് കളക്റ്റീവ് വളരെ നല്ല സ്റ്റോറികൾ ഇതിനെക്കുറിച്ച് ചെയ്തു. എനിക്ക് തോന്നുന്നു ന്യൂസ് മിനിറ്റും ചെയ്തു തോന്നുന്നു. അപ്പോൾ അവിടെയാണ് ടെസ്റ്റ്. അപ്പോൾ ഈ രാഹുൽ ഗാന്ധി ഇത് പുറത്ത് കൊണ്ടുവന്ന ശേഷം മാധ്യമങ്ങൾ അവരുടെ ഈ വഴിപാട് പോലെ ചെയ്യുകയാണോ സ്വന്തം ചെയ്യുക? അപ്പോൾ അതിൽ തീർച്ചയായിട്ടും മെയിൻ സ്ട്രീം മീഡിയ പരാജയപ്പെട്ടു എന്ന് തന്നെ പറയേണ്ടി വരും. പക്ഷേ നമ്മൾ 1 വർഷം മുമ്പ് ഇലക്ട്രൽ ബോണ്ട് ഇഷ്യൂ വന്നപ്പം, ഇലക്ട്രൽ ബോണ്ട് പുറത്തു വന്നപ്പോൾ അന്ന് മാധ്യമങ്ങൾ കാണിച്ച ഈ എന്താ പറയുക വകതിരിവില്ലായ്മ, അതായത് അന്ന് അവർ കോർട്ട് ഓർഡർ ഉള്ളപ്പോൾ മാത്രം സ്റ്റോറി ഫയൽ ചെയ്യുകയും മിക്കവരും, ഞാൻ എല്ലാവരും അങ്ങനെയല്ല, അല്ലെങ്കിൽ മിണ്ടായിരിക്കും, സ്വന്തമായിട്ട് യാതൊരു ഇൻവെസ്റ്റിഗേഷൻ ചെയ്യും. കാരണം അതിനകത്ത് വളരെയധികം എക്സ്പ്ലോസീവ് ആയിട്ടുള്ള ഒരുപാട് ഇൻഫർമേഷൻ ഉണ്ടായിരുന്നു. പലരും അതിനെ അവഗണിക്കുകയാണ്. അതും ഓൺലൈനിൽ, പ്രത്യേകിച്ച് റിപ്പോർട്ടേഴ്സ് കളക്റ്റീവ്, ന്യൂസ് മിനിറ്റ്, ന്യൂസ് ലോണ്ടറി, ഇങ്ങനെയുള്ള സ്ക്രോള്, ഇവരെല്ലാം ഒരുപാട് ഓൺലൈൻ മീഡിയ ഒരുപാട് സ്റ്റോർ ചെയ്തു. പക്ഷേ നമ്മുടെ മുഖ്യധാര മാധ്യമങ്ങൾ ചെയ്തില്ല. അത് വെച്ച് കഴിഞ്ഞ വർഷത്തെ ഒരു ടോട്ടൽ ഫെയിലിയർ എന്ന് ഞാൻ പറയുന്നത് വെച്ച് ഇപ്പം കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഇപ്പം കുറച്ചും കൂടെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. തീർച്ചയായും വേണ്ട രീതിയിൽ ചെയ്തിട്ടില്ലെന്ന് എപ്പോഴും കുറ്റം പറയാം. ഇത് ഞാനീ പറയുന്നത് ഞാൻ ഉൾപ്പെടെയുള്ള പത്രം, ഞാനും ഈ 2023 ഞാൻ സ്വയം ഒഴിവാക്കൊണ്ട് പറയല്ല. കാര്യം 2023 മുമ്പ് ഈ ഇലക്ട്രൽ ബോണ്ട് അന്ന് സുപ്രീം കോടതി സംഭവം പുറത്തു കൊണ്ടുവന്നിട്ടുള്ള എല്ലാവർക്കും ഇതെന്തൊരു വലിയ പ്രശ്നമാണെന്ന് എല്ലാവർക്കും അറിയാമായിരുന്നു. അപ്പോൾ ഞാൻ ഉൾപ്പെടെ ഉള്ളവരുടെ പരാതി ഞാനിങ്ങനെ ഞാൻ വന്ന ശേഷം എല്ലാം മോശമായി നല്ല പറയുന്നത്. ഞാൻ ഉള്ളപ്പോഴേ ഞാൻ തുടങ്ങിയപ്പോൾ ഉള്ള പ്രശ്നങ്ങളാണ് നമ്മൾ നേരത്തെ പറഞ്ഞു. ഞാനുള്ള ഉൾപ്പെടെയുള്ളവർ ചെയ്ത തെറ്റുകളുടെ ഫലമാണ് ഇപ്പോഴത്തെ ജേർണലിസ്റ്റുകൾ ശരിക്കും അനുഭവിക്കുന്നത്. അതിനു മുമ്പ് ഞങ്ങൾക്ക് മുമ്പ് വന്നവർ ചെയ്ത നല്ല കാര്യങ്ങളുടെ ബെനിഫിറ്റ്സ് ആണ് ഞങ്ങളുടെ ജനറേഷൻ അനുഭവിച്ചത്. അപ്പോൾ അത് ഒരു സത്യം കൂടെയാണ്. അപ്പം പക്ഷെ കഴിഞ്ഞ വർഷത്തെ ഇത് വെച്ച് നോക്കുമ്പം ഇത്തവണ കുറച്ചും കൂടെ ഓവറോൾ ചില ഇന്ത്യൻ എക്സ്പ്രസ് കുറച്ചും കൂടെ സ്റ്റോറികൾ ചെയ്തിരുന്നതാണ്. ഇന്ത്യൻ എക്സ്പ്രസ് ബീഹാർ, അതുപോലെ SIR കുറിച്ച് വളരെ നല്ല സ്റ്റോറികൾ ചെയ്തിരുന്നു, ഹിന്ദു ചെയ്തിരുന്നു, അങ്ങനെ പലരും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ചൂണ്ടിക്കാണിക്കുന്നത് എപ്പോഴൊക്കെ ഒരു ഭരണകൂടം അതിശക്തമായി, അത് 2014 തൊട്ട് 2019, 2020 വളരെ ശക്തമായി നിൽക്കുമ്പോൾ മീഡിയ പിന്നോട്ട് പോവുകയും ആ ഭരണകൂടത്തിൻ്റെ ശക്തി കുറച്ച് കുറഞ്ഞു എന്ന് 2024 ഇലക്ഷന് ശേഷം BJPക്ക് സ്വന്തമായിട്ട് മെജോറിറ്റി ഇല്ലല്ലോ, ശക്തി കുറച്ച് കുറഞ്ഞു എന്ന് തോന്നുമ്പം മാധ്യമങ്ങൾ വീറോടെ കുറച്ചും കൂടെയൊക്കെ സടകുടഞ്ഞ് എണീക്കും പോലെയൊക്കെ തോന്നുന്നു. അപ്പോൾ ഇതിൻ്റെ ആത്യന്തികമായിട്ട് ഇന്നും കിട്ടുന്ന ലെസൺ, എൻ്റെ ചോദ്യം ഇതാണ്: മാധ്യമമാണോ ഫോർത്ത് പില്ലർ, അല്ലെ മാധ്യമമാണോ ഡെമോക്രസി സഹായിക്കുന്നത്, ഡെമോക്രസിയാണോ മാധ്യമത്തെ സഹായിക്കുന്നത്? അപ്പം ഇന്ത്യൻ ഇത് വെച്ച് 2014 ശേഷം നോക്കുകയാണെങ്കിൽ ഡെമോക്രസിയാണ് നമ്മുടെ മാധ്യമത്തെ സഹായിച്ചിട്ടുള്ളത്. മാധ്യമം തിരിച്ച് കൊടുത്തിട്ടില്ല എന്ന് വേണം നമുക്ക് പറയേണ്ടി വരും.